ഹായ്. ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇത് എൻ്റെ അച്ഛനും ഈ ലോകത്തിലുള്ള എല്ലാ അച്ഛന്മാർക്കും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതായത് ഒരു അച്ഛൻ എന്ന് പറയുന്നൊരു ചുമതല, അത് കുറച്ച് വലിയ ചുമതലയാണ്. സ്വന്തം മക്കളെ വളർത്തിയെടുക്കുന്നതിൽ അച്ഛന് ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്തം എൻ്റെ അച്ഛൻ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുമുണ്ട്. എനിക്കിപ്പോൾ 27 വയസ്സായി. 27 വർഷം എന്നെ വളർത്തിയതിൽ, ഞാൻ വളർന്നതിൽ ഒരു പ്രധാന പങ്ക് എൻ്റെ അച്ഛൻ വഹിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ട ഒട്ടുമിക്ക കാര്യങ്ങളും, അതായത് എനിക്ക് കഴിക്കാൻ ഭക്ഷണവും, എനിക്ക് ഉടുക്കാൻ വസ്ത്രവും, എനിക്ക് താമസിക്കാൻ വീട്, പിന്നെ നല്ല വിദ്യാഭ്യാസം, അതായത് തൻ്റെ മകൾ ഒരിക്കലും അവളുടെ ജീവിതം ഒരു ബുദ്ധിമുട്ടാവരുത്. അതിന് അവൾക്കൊരു ജോലി വേണം. ആ ജോലി കിട്ടണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം തൻ്റെ മകൾക്ക് വേണമെന്നുള്ളൊരു താല്പര്യത്താൽ എൻ്റെ അച്ഛൻ എനിക്ക് നല്ല വിദ്യാഭ്യാസവും അതിനു വേണ്ടി ഒരു നല്ല വിദ്യാഭ്യാസം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും, ഞാൻ നല്ല രീതിയിൽ മികച്ച രീതിയിൽ വളർന്നു വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും എൻ്റെ അച്ഛന് പറ്റുന്ന രീതിയിൽ അച്ഛൻ എനിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അച്ഛൻ വിദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. അതായത് ഞാൻ ജനിച്ച തൊട്ട് ഒരു എത്ര വർഷമായിട്ടുണ്ടാവും, അതായത് ഒരു കൊറോണ ഒരു ടൈമിലായിരുന്നു അച്ഛൻ നാട്ടിലേക്ക് പെർമനൻ്റായിട്ട് നാട്ടിലേക്ക്, അതായത് അവിടുത്തെ ജോലി ഉപേക്ഷിച്ചിട്ട് പിന്നെ എൻ്റെ നാട്ടിലേക്ക് നിൽക്കാന്നുള്ള രീതിയിൽ വന്നത്. അതായത് ഏകദേശം ഞാൻ ഒരു 22 വയസ്സ് ആയിട്ടുണ്ടാവും. ആ ഒരു വർഷം വരെ എൻ്റെ അച്ഛനെ ഞാൻ കാണുന്നത് 2 മാസം. അതായത് 2 വർഷം അവിടെ വർക്ക് ചെയ്ത്, അവിടെ നിന്ന് എല്ലാ പ്രവാസികളുടെയും ഒരു ജീവിതം ഉണ്ടാവുമല്ലോ. 2 വർഷം വിദേശത്ത് വർക്ക് ചെയ്തിട്ട് പിന്നെ ഒരു 2 മാസത്തെ വെക്കേഷനിൽ അവർ നാട്ടിൽ വരും, നമ്മളുടെ കൂടെ സ്പെൻഡ് ചെയ്യും. ഓക്കെ. അപ്പോൾ ആദ്യം ഞാൻ ജനിച്ച ആ ഒരു നാൾ തൊട്ടിട്ട് ഈ ഒരു മൊബൈൽ ഫോണൊന്നും അധികം അങ്ങനെ പ്രാബല്യത്തിൽ വരാത്തൊരു സമയം. കൂടുതൽ കത്തിടപാടുകളായിരുന്നു. എൻ്റെ അമ്മ അച്ഛന് കത്തെഴുതും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എൻ്റെ ആവശ്യങ്ങളൊക്കെ ഞാനും ചെറിയ രീതിയിൽ അതിൽ എഴുതി ചേർക്കും. അപ്പോൾ ഇതെന്തിനാണ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛനുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്. വല്ലപ്പോഴും നമ്മൾ എഴുതുന്ന ഒരു ലെറ്ററിൽ എനിക്ക് അതിൻ്റെ കറക്റ്റ് ഓർമ്മയില്ല, പക്ഷെ ഞാൻ ഏതെല്ലോ പ്രാവശ്യമൊക്കെ ഞാൻ അമ്മ എഴുതുന്ന കത്തിൽ ഞാനും എൻ്റെ ആവശ്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അതെൻ്റെ ഓർമ്മയിൽ എവിടെയും ഉണ്ട്. പിന്നെ അതിനുശേഷം ഫോൺ വന്നു. ഫോണിൽ അച്ഛൻ വിളിക്കും, അമ്മേനോട് സംസാരിക്കും, എനിക്കും ഫോൺ തരാൻ പറയും. അപ്പോൾ സുഖമാണോ എന്ന് ചോദിക്കും, പിന്നെ സ്കൂളിലെ കാര്യങ്ങൾ ചോദിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അച്ഛൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ 2 മാസം നാട്ടിൽ വരുമ്പം നമ്മൾ ഒരുമിച്ചുണ്ടാവും. എവിടെയെങ്കിലുമൊക്കെ ചിലപ്പം യാത്രകൾ പോവും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാവും. അച്ഛൻ ആ വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ അധികമുണ്ട്. അച്ഛന് ജോലിക്കൊന്നും പോകണ്ടല്ലോ. ചിലപ്പോൾ നമ്മൾക്ക് സ്കൂളൊക്കെ ഉള്ള സമയത്ത് തന്നെ ആയിരിക്കും അച്ഛൻ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ സ്കൂളിൽ പോയിട്ട് പിന്നെ മിച്ചം വരുന്ന സമയത്താണ് അച്ഛൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഞാൻ ജീവിച്ച് വളർന്ന ആ ഒരു അന്തരീക്ഷമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തത്. അപ്പോൾ ഇവിടെ മറ്റൊരാളുടെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരച്ഛൻ ഒരു മാതൃകയായിട്ടുള്ള ഒരു അച്ഛനാണ്. അതായത് മകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്, അച്ഛന് പറ്റുന്ന പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഒരു സാധാരണ ജോലി, കുടുംബത്തിലുള്ളൊരു അച്ഛൻ, വലിയ റിച്ചൊന്നുമില്ല. അപ്പോൾ അതിൻ്റേതായ സമയം കണ്ടെത്തണം, ജോലിയുടെ ഇടയിലുള്ള സമയം കണ്ടെത്തണം, കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പോൾ പുറമെ നോക്കുന്ന ഒരാൾക്ക് ഇതിൽ വലിയ പ്രത്യേകിച്ചിട്ടൊന്നും തോന്നത്തില്ല. ഇത് സാധാരണ എല്ലാവിടെയും ഉള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട്
ഞാനതിപ്പോഴാണ്, അതായത് ഒരു ബന്ധത്തിൻ്റെ പ്രാധാന്യത്തിനെക്കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞു വരുന്ന സമയമാണ് ഇപ്പോൾ. ഈ സമയത്താണ് ഞാൻ ശരിക്കും എൻ്റെ അച്ഛനെ മിസ് ചെയ്തിട്ടുണ്ട്. കാരണം അത് ആ സമയത്ത് എനിക്ക് അപ്പോഴൊന്നും ഞാനതൊന്നും എനിക്കത്ര മനസ്സിലായിട്ടില്ല. അതായത് ഞാനും വേറെ കുറേ കാര്യത്തിൽ എൻഗേജ്ഡാണ്, സ്കൂളിൽ പോകുന്നുണ്ട്, സ്കൂളിലെ കാര്യങ്ങൾ, പിന്നെ ബാക്കിയൊക്കെ എൻ്റെ അമ്മേനോട്, എനിക്ക് വീട്ടിൽ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ഞാൻ അമ്മേനോട് ഷെയർ ചെയ്യും. അപ്പം ഇവിടെ ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ അച്ഛൻ്റെയും മിഡിലാണ് എൻ്റെ അമ്മ. അതായത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അമ്മ ത്രൂ ആണ് അച്ഛനോട് പറയുക. അച്ഛനും ഏറെക്കുറെ നമ്മളുടെ വിശേഷങ്ങളൊക്കെ, മക്കളുടെ വിശേഷങ്ങളൊക്കെ അച്ഛൻ അറിയുന്നത് അമ്മേനോട് ചോദിച്ചിട്ടാണ്. പിന്നെ നമ്മളോട് ആ സമയത്ത് നമ്മൾ അവൈലബിൾ ആണെങ്കിൽ നമ്മളെ വിളിച്ച് സംസാരിക്കും. പക്ഷേ എൻ്റെ ഓർമ്മയിൽ അച്ഛനോട് സംസാരിക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് ഒരു 2-3 മിനിറ്റ്. എന്തൊക്കെയുണ്ട്, സുഖമാണോ, ആ സുഖമാണ് അച്ഛാ, പിന്നെ എന്തെങ്കിലും അച്ഛാ എനിക്ക് ടൂർ പോകണം, സ്കൂൾ ടൂറുണ്ട്, അത് ഞാൻ പോയിക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു സാധനം വേണം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അപ്പോൾ ആ ഒരു ചെറിയ ടൈമിൽ പറയുന്നല്ലാതെ ഒരു തുറന്ന സംസാരം എൻ്റെ അച്ഛൻ്റെ ഇടയിൽ ഉണ്ടായിട്ടില്ല. അത് വളരെ വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് അങ്ങനെ ഒരു തുറന്ന സംസാരം ഉണ്ടാവണമെങ്കിൽ ആ ഒരു വ്യക്തി നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവണം. ഇപ്പം എനിക്ക് എൻ്റെ അമ്മയുമായിട്ട് എനിക്ക് ആ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു നല്ല രീതിയിൽ എനിക്ക് അമ്മയുമായിട്ട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറ്റാറുണ്ട്. കാരണം എന്താ, അമ്മയാണ് എൻ്റെ കൂട്ടത്തിൽ കൂടുതൽ സമയം ഉണ്ടാവാറ്. കാരണം അമ്മ നാട്ടിലാണ്, നമ്മളുടെ കാര്യങ്ങളൊക്കെ അമ്മ തന്നെയാണ് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത്. അച്ഛൻ ഇതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, നീ നോക്കിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്ക്, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലാതെ നമ്മളുടെ അച്ഛൻ്റെ ആ ഒരു പ്രസൻസ്, അതാണ് ഞാൻ പറയുന്നത്, അച്ഛൻ്റെ ആ ഒരു പ്രസൻസ് എനിക്ക് കിട്ടിയിട്ടുള്ളത് വളരെ വളരെ കുറവാണ്. അപ്പം അതുകൊണ്ടായിരിക്കാം അവിടെ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് എൻ്റെയും അച്ഛൻ്റെ ഇടയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ ഇവിടെ, നിങ്ങൾക്കറിയാം, വണ്ടർഫുൾ ലിവിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ അതിരപ്പള്ളിയിലാണുള്ളത്. ഒരു 2 വർഷം ആവാറായി ഞാനിവിടെ വന്നിട്ട്. അപ്പോൾ ഞാനിവിടെ വന്നത് അതത്ര എന്താ പറയുക, അതത്ര ചില്ലറ കാര്യമൊന്നുമല്ല. കാരണം ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് 25 വയസ്സായിരുന്നു. ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, ബിടെക്കൊക്കെ കഴിഞ്ഞിട്ട് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്, ഞാൻ സ്വന്തമായിട്ട് സമ്പാദിക്കാൻ തുടങ്ങിയൊരു സമയം. എൻ്റെ വീട്ടുകാർക്ക് എന്നെക്കൊണ്ട് ഉപകാരം ഉണ്ടാവുന്ന സമയം. കാരണം അവർ വലിയ പൈസയൊക്കെ മുടക്കിയിട്ട് എന്നെ പഠിപ്പിച്ച് ഒരു ജോലി വാങ്ങി. ഇനി അവർക്കും, അതായത് ഞാൻ വരുമാനം ഉണ്ടാക്കുമ്പോൾ അവർക്കും അതൊരു സപ്പോർട്ടാണല്ലോ. അങ്ങനെ തുടങ്ങിയൊരു സമയം. പിന്നെ ഒരു പെൺകുട്ടിയാണ്, 25 വയസ്സുള്ള കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിയാണ്. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം, അതിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ ഈ 2 ആൾക്കാർ, അവർക്കൊന്നും, എൻ്റെ വീട്ടുകാർക്കൊന്നും ഇവരെ പരിചയം പോലും ഇല്ല. ഞാനിവരെ ക്ലബ് ഹൗസ് വഴിയാണ് പരിചയപ്പെടുന്നത്. ഇവരെ പറ്റിയിട്ടൊന്നും ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടൊന്നുമില്ല. അവർ പറയുന്ന കാര്യങ്ങൾ, ലൈഫ് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. ഭക്ഷണം കഴിക്കുന്ന ഭാഗവും വെള്ളം കുടിക്കുന്ന ഭാഗവും ഒക്കെ ഞാൻ വീട്ടിൽ ഫോളോ ചെയ്യാറുണ്ട്. അതൊക്കെ എനിക്ക് പറ്റുന്ന പോലെ എന്നിലുണ്ടാവുന്ന മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ഞാനത് ചെയ്യാറുണ്ട്. അല്ലാതെ ഇവർ പറയുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും ഞാൻ അവിടെ എൻ്റെ വീട്ടിൽ ഞാൻ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് അതിൻ്റെ ഒരു എന്തോ അത് അങ്ങനെ ഈ 2 വ്യക്തികൾ, ഷാഫിയും സെബാസ്റ്റ്യനും വണ്ടർഫുൾ ലിവിങ്ങും, ഇതിനെ പറ്റിയിട്ടൊന്നും അവരോട് പറയേണ്ടതായിട്ടുള്ളൊരു ഭാഗം എൻ്റെ മുന്നിൽ വന്നിട്ടില്ല.
പിന്നെ ഞാൻ ഇത് ഇങ്ങോട്ടേക്ക് വരുന്ന ഭാഗവും വളരെ പെട്ടെന്ന് എടുത്തിരിക്കുന്ന ഒരു തീരുമാനമായിരുന്നു. അല്ലാതെ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരും എന്നുള്ളൊരു കാര്യമൊന്നും എൻ്റെ ഉള്ളിലില്ല. അത് മുന്നേ അങ്ങനൊരു തീരുമാനം ഉണ്ടെങ്കിൽ ഞാൻ ഇത് പതിയെ പതിയെ എൻ്റെ വീട്ടുകാർക്ക് ഞാനിതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേനെ. ഇങ്ങനെ കുറച്ച് ഒരു ഭാഗമുണ്ട്, ഞാൻ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേക്കാം, ഇങ്ങനെ 2 വ്യക്തികളുണ്ട്. ഇതൊന്നും ഞാൻ അവരോട് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് വരുന്നത് ഒരു പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു. അപ്പം അങ്ങനൊരു തീരുമാനം എടുത്തപ്പോൾ അതെൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര ഷോക്കായി. അവർക്കറിയാത്തൊരു സ്ഥലം, അറിയാത്ത വ്യക്തികൾ, അല്ല എന്നെപ്പോലെയുള്ളൊരു പെൺകുട്ടി ചെല്ലുവാണ്. അപ്പോൾ എൻ്റെ ലൈഫ് എങ്ങനെയാവും, ഞാൻ എന്തെങ്കിലുമൊക്കെ ട്രാപ്പിൽ പെട്ടുപോയതാണോ, ഒരു സാധാരണ ഒരു അച്ഛനും അമ്മയ്ക്കും തോന്നാവുന്ന ഭയവും ഉത്കണ്ഠയും ഒക്കെ ആ സമയത്ത് അവരനുഭവിച്ചിട്ടുണ്ട്. അതെനിക്കറിയാം. അപ്പോൾ ഞാൻ ഇവിടെ വരാനുള്ളൊരു റീസൺ, എൻ്റെ ജീവിതം മെച്ചപ്പെടും എന്നുള്ളൊരു ഭാഗം ഞാൻ കണ്ടതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, ഞാനിവിടെ വരുന്നതിന് 1 വർഷം മുന്നേ തന്നെ ഞാൻ ഇവരുടെ ഈ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്, ക്ലബ് ഹൗസിലൂടെയൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ അന്ന് തൊട്ടേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു ശ്രദ്ധ കൊടുത്ത്, എൻ്റെ ജീവനെ ശ്രദ്ധിച്ചുകൊണ്ട് ആ ശ്രദ്ധ കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഭക്ഷണം ഈവൻ എൻ്റെ അച്ഛൻ വരെ എന്നെ കളിയാക്കാറുണ്ട്, നീ ഭക്ഷണവും വെള്ളം പോലെയാണോ കുടിക്കുന്നത്, അതായത് അല്ല, വെള്ളവും നീ ചവച്ചരച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന പോലെയാണോ കഴിക്കുന്നതെന്ന് ചോദിക്കും. കാരണം ഞാൻ അത്രയും സമയം കൊടുത്തിട്ട് സാവധാനത്തിൽ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഞാനായിരിക്കും ഏറ്റവും ലാസ്റ്റ് എഴുന്നേൽക്കുന്ന ആൾ. കാരണം എനിക്കറിയാം ആ ഫുഡിനെ റെസ്പെക്റ്റ് ചെയ്ത് എത്രത്തോളം സമയം എടുത്തിട്ടാണ് ആ ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രോസസ്സ് ചെയ്യേണ്ടത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് അത് ഞാൻ അവിടുന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് എൻ്റെ അച്ഛൻ പറയാറുണ്ട്, നീ വെള്ളവും ഭക്ഷണം കഴിക്കുന്ന പോലെ ചവച്ചരച്ചിട്ടാണോ കഴിക്കുന്നത്. കാരണം ഞാൻ വെള്ളവും അത്രയും സ്ലോയിലെ കുടിക്കാം. അന്നൊക്കെ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഭക്ഷണം സാവധാനത്തിൽ കഴിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയും, അതവർ കേൾക്കാറുണ്ട്. പക്ഷേ അല്ലാതെ ഈ നമ്മുടെ വണ്ടർഫുൾ ലിവിങ്ങിനെ പറ്റിയിട്ടൊന്നും ഞാൻ അവരോടൊന്നും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അത് പറയേണ്ട ഒരു ആവശ്യം വന്നിട്ടൊന്നുമില്ല. എൻ്റെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോവുക, ജീവനെ ശ്രദ്ധിക്കുക എന്നുള്ളൊരു ഭാഗമായിരുന്നല്ലോ ഞാൻ കണ്ടിരുന്നത്. അത് അവിടെ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. ഇങ്ങോട്ടേക്ക് വരുന്ന ഭാഗമൊന്നും ഒന്നും ആവശ്യമില്ല. എൻ്റെ ജീവിതം അവിടെയാണ്, അവരുടെ കൂട്ടത്തിൽ എൻ്റെ ജോലിയും ചെയ്ത് അങ്ങനെ പോകാമെന്നൊക്കെ ഉള്ളതായിരുന്നു എൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ ഒരു നിമിഷത്തിൽ എനിക്ക് ആ ഒരു അവിടെയുള്ളൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം എനിക്ക് എന്താ പറയുക, ഒരു ശരിയല്ലാത്ത പോലെ എനിക്ക് തോന്നി. അതായത് എൻ്റെ ജോലിയും അവിടെയുള്ള ആൾക്കാരും എൻ്റെ അവിടുത്തെ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ ജീവിക്കുന്ന രീതി എന്ന് പറയുന്നത്, അവർക്ക് ഒട്ടും താല്പര്യമില്ലാത്ത പോലെയാണ് അവർ ജീവിക്കുന്നത്. അതായത് കുറേ പേര് ജോലിയിൽ മികച്ച വിജയം നേടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല സാലറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു. അവരുടെ ആരോഗ്യം പോലും ശ്രദ്ധിക്കാണ്ട്, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതെ, ഉറക്കം പോലും കളഞ്ഞ് ടെൻഷൻ അടിക്കുന്നു. വേറെ കുറേ പേര് സമൂഹത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, സമൂഹത്തിന് ഭയന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. സമൂഹത്തിൻ്റെ ചോദ്യങ്ങൾ ഭയന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരോടൊന്നും വലിയ താല്പര്യമില്ല. എല്ലാവരും ആ ഒരു സമൂഹത്തിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഒരു സമയം വരെ വിദ്യാഭ്യാസം, പിന്നെ ജോലി, പിന്നെ കല്യാണം, പിന്നെ കുട്ടികളെ വളർത്തുന്ന ഭാഗം, പിന്നെ രോഗങ്ങൾ, പിന്നെ മരണം. ഈ ഒരു പാറ്റേൺ ഉണ്ട്. ഇത് തന്നെയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. അതെന്തിനാണ് ചെയ്യുന്നതെന്നും ആർക്കും പ്രത്യേകിച്ചൊരു ഐഡിയ ഒന്നുമില്ല. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുകാരും വീട്ടുകാരൊക്കെ ചോദിക്കും, കല്യാണം കഴിക്കുന്നില്ലേ? അപ്പോൾ ആ ചോദ്യങ്ങൾ ഭയന്നിട്ട് ചില ആൾക്കാർ കല്യാണം കഴിക്കുന്നുണ്ട്. ചോദ്യം കേട്ട് മടുത്ത് ആ ഒരു ഭാഗം. അല്ലെങ്കിൽ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ജോലിയൊന്നും ആയില്ലേ, ഈ ചോദ്യം എടുത്തിട്ട് കേൾക്കാൻ മടിയുള്ളത് കൊണ്ട് പെട്ടെന്ന് ജോലി വാങ്ങുന്ന ആൾക്കാർ. ഞാൻ ആരോഗ്യമോ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്, ആരോഗ്യമോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന കുറച്ച് മനുഷ്യർ എൻ്റെ ചുറ്റുപാടും ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ആ ഒരു ലോകം എനിക്ക്
ആ ലോകത്ത് ജീവിക്കാൻ എനിക്കൊരു താല്പര്യം തോന്നിയില്ല. അപ്പോഴാണ് ഇവിടെ വരുന്നൊരു ഭാഗം എൻ്റെ മുന്നിൽ എനിക്ക് ഇങ്ങോട്ട് വരാനുള്ളൊരു അവസരം കിട്ടി. അപ്പോൾ സ്വന്തം അങ്ങനെയുള്ള ആൾക്കാർ, അതായത് ഞാൻ മുന്നേ പറഞ്ഞ അവരവരോട് താല്പര്യമില്ലാത്ത ആൾക്കാരുടെ ഇടയിൽ ജീവിക്കാൻ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ എന്നെ ശ്രദ്ധിക്കുന്ന ഭാഗം, ഞാൻ അത്രയും ശ്രദ്ധ എന്നിൽ കൊടുക്കണം. കാരണം എൻ്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചുറ്റും നടക്കുന്നുണ്ട്. എൻ്റെ കൂടെയുള്ള ആൾക്കാരെ തന്നെ വേറെ കുറേ വിഷയങ്ങളെപ്പറ്റി, സിനിമയെ പറ്റിയാവാം, അല്ലെങ്കിൽ അപ്പുറത്തെ അയൽവാസിയുടെ വീട്ടിൽ നടന്ന കാര്യങ്ങളെ പറ്റിയിട്ടാവാം, അല്ലെങ്കിൽ മറ്റ് കല്യാണത്തിന് പോയ വിശേഷം, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അവർക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് എൻ്റെ ശ്രദ്ധ എന്നിലേക്ക് തന്നെ കൊണ്ടുവരാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. ഇനി ഇങ്ങനത്തെ ഈ ഒരു കാര്യം ആരോടെങ്കിലൊക്കെ ചർച്ച ചെയ്യും, അവർക്കും ഇതിലോടും ഞാനെന്തോ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ പറയുന്നു, അവർക്കെല്ലാം ഒരു പരിഹാസം പോലെയൊക്കെ തോന്നാൻ തുടങ്ങി. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ ജീവിക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് വന്നു. പിന്നെയാണ് ഇങ്ങോട്ടേക്ക് വരുന്ന ഭാഗം, ഇവിടെയുള്ള ആൾക്കാർ, അതായത് അവനവനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു ബഹുമാനിക്കുന്ന ആൾക്കാർ, അതാണ് ഇവിടെയുള്ളത് വണ്ടർഫുൾ വീഡിയോ. അപ്പോൾ അവരുടെ ഇടയിൽ ജീവിക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമാവുന്നത്. എനിക്ക് എന്നെ ശ്രദ്ധിക്കാൻ കുറച്ചും കൂടി കൂടുതൽ പറ്റുന്നുണ്ട്. അതിലൂടെ എനിക്ക് അവരോട് ഇതിനെ പറ്റിയിട്ട്, ജീവനെ പറ്റിയിട്ടും എൻ്റെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയിട്ടൊക്കെ എനിക്ക് ഇവരുമായിട്ട് ഫ്രീ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ ബലഹീനത, ഞാനിവിടെ വരുമ്പോൾ 25 വയസ്സാണ്. 25 വർഷത്തിൽ എനിക്കുണ്ടായിട്ടുള്ള കുറേ ന്യൂനതകൾ, അതായത് പലതും പഠിപ്പിച്ചതുകൊണ്ടും പലതും അറിഞ്ഞതുകൊണ്ടും പല അനുഭവങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഒരു ട്രോമ, അതായത് എന്നെ വേദനിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ, എൻ്റെ അനാവശ്യമായിട്ടുള്ള എൻ്റെ കുറേ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറിയാൽ മാത്രമേ എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതിന് ഇവരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി എന്നെ അറിയാൻ എനിക്ക് പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ ഇപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് പലരും കമൻറ്റ് ചെയ്യാറുണ്ട്, ഈ കുട്ടി ഏതോ ട്രാപ്പിൽ പെട്ടതാണ്, അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അവരോടൊക്കെ എനിക്കിത് എന്താ പറയുക, കാരണം ഇതല്ലാതെ നമുക്ക് എന്താ ഉള്ളത്? നമ്മളുടെ ശരീരം നിരന്തരമായി പ്രവർത്തിക്കുന്നുണ്ട്, അത് വളരെ വൃത്തിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ അറിയുക, അനുഭവിക്കുക, ജീവിതം തുടരുക എന്നല്ലാതെ വേറെ എന്താ ചെയ്യാനുള്ളത്? അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ ജീവിക്കുമ്പോഴല്ലേ ജീവിതം ഏറ്റവും ആശ്വാസകരവും സന്തോഷകരമാവുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എത്താൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഈ ഒരു പ്രായത്തിൽ എനിക്ക് ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായത് തന്നെ എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. അല്ലാതെ ഒരുപാട് രോഗങ്ങളൊക്കെ വന്ന് മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽപ്പെട്ട് ജീവിക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല. എന്നിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഞാനറിയണം. എന്നിലുണ്ടാകുന്ന രോഗങ്ങളെ എനിക്ക് മാറ്റാൻ പറ്റണം. എന്നാൽ മാത്രമേ എൻ്റെ ജീവിതം മെച്ചപ്പെടുകയുള്ളൂ. ആ ഒരു തിരിച്ചറിവ് വന്നതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അല്ലെങ്കിൽ സാധാരണ ആൾക്കാരെ പോലെ ജോലിയൊക്കെ ചെയ്ത് കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ചിട്ട് ഓക്കെ എന്തായാലും മരിക്കും. അപ്പോൾ അതിനു മുന്നേ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ തീർത്ത് എൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റി അങ്ങ് ജീവിക്കുക എന്നുള്ളൊരു ഭാഗത്ത് എനിക്ക് പോകാൻ തോന്നിയില്ല. കാരണം അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം എനിക്കൊരിക്കലും ഞാനായിട്ടിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് മനസ്സിലായി. വേറൊരാളായിട്ട്, വേറെ ഒരുപാട് ആൾക്കാരായിട്ട്, ഒരുപാട് മുഖങ്ങളാണല്ലോ നമുക്ക്. മകളായ ഒരു മുഖം, ഭാര്യയായ വേറൊരു മുഖം, അമ്മയായാൽ വേറൊരു മുഖം, ഇങ്ങനെ ഒരുപാട് മുഖം മൂടി അണിഞ്ഞ് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പോയിന്റിലേക്ക് വരാം. അപ്പോൾ എൻ്റെ അച്ഛനെ പറ്റിയിട്ടാണല്ലോ തുടങ്ങിയത്. അപ്പോൾ അച്ഛനെ ഇപ്പം എന്നെ കണ്ടപ്പോൾ
ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനിവിടെ വന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലുണ്ടായ ഒരു സംശയമാണ് ഞാൻ ഇവിടെ വന്ന് കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. കഞ്ചാവ്, മയക്കുമരുന്ന് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് അച്ഛനെ എൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ അച്ഛന് തോന്നി. അല്ലെങ്കിൽ ഞാൻ അതൊരു ഭാഗം. പിന്നെ തോന്നിയൊരു ഭാഗം, ഞാനൊരു സ്ത്രീയാണ്, അപ്പോൾ ഞാൻ ജീവിക്കുന്ന ഒരു വേശ്യാലയത്തിലാണ്, ഒരു വേശ്യയായിട്ടാണ് ഞാനിവിടെ ജീവിക്കുന്നത് എന്നുള്ളത് മറ്റൊരു ഭാഗം. ഇങ്ങനെയുള്ള ഈ രണ്ട് കാര്യങ്ങളാണ് അച്ഛൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഭാഗങ്ങൾ. എൻ്റെ മകൾ ഇങ്ങനെയാണ് ജീവിക്കുന്നത് ഇപ്പോൾ, അല്ലെങ്കിൽ അച്ഛനെ വിഷമിപ്പിക്കുന്ന ഭാഗങ്ങൾ, അവൾ ഇങ്ങനെ ആയിപ്പോയി. ആക്ച്വലി ഞാനൊരു ലഹരിയിലാണ്, പക്ഷെ അത് കഞ്ചാവോ മയക്കുമരുന്നോ ലൈംഗികതയോ ഒന്നുമല്ല, എൻ്റെ ജീവനാണ് എൻ്റെ ലഹരി. കാരണം അത് ഇപ്പം ഞാനത് പറയുമ്പം നിങ്ങൾക്കത് പിന്നെ വലിയ ഫിലോസഫിയൊക്കെയാണ് എന്ന് പറയും. ആക്ച്വലി അല്ല, അത് നിങ്ങൾ അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക, അതൊരു ആശ്വാസവും ഒരു സുഖമാണ്. അതായത് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ശരീരത്തിൽ എനിക്കൊരു വേദന അനുഭവപ്പെട്ടു, അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു, എനിക്ക് കഴുത്ത് വേദന വന്നു, അല്ലെങ്കിൽ എനിക്ക് തലവേദന വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് കറക്റ്റ് ദഹിക്കാണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ എനിക്ക് വന്നു. അപ്പോൾ അങ്ങനെ ഒരു അസുഖം വന്നിട്ട് ഞാൻ തന്നെ എന്നെ ശ്രദ്ധിച്ചിട്ട് എൻ്റെ ശരീരത്തിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ, ഇത് സ്ഥിരമായിട്ട് ചെയ്ത് ഈ ഒരു രോഗാവസ്ഥ എന്നിൽ നിന്ന് മാറ്റുമ്പോൾ, ഞാൻ വർക്ക് ചെയ്ത് ഇതിൽ നിന്ന് മാറുമ്പം എനിക്ക് എന്നോട് തോന്നുന്നൊരു അഭിമാനം ഉണ്ടല്ലോ, അത് തന്നെയാണ് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജീവിക്കുന്ന ഓരോ നിമിഷത്തിലും എന്നിലേക്ക് വരുന്ന അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അത് രോഗാണു ആയിക്കോട്ടെ, അനാവശ്യ ചിന്തകളായിക്കോട്ടെ, അനാവശ്യമായിട്ടുള്ള സംസാരമായിക്കോട്ടെ, കാഴ്ചകളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇതിനൊക്കെ മനസ്സിലാക്കി അതിനൊക്കെ എൻ്റെ ശരീരത്തിൽ കയറാതെ, എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാതെ എടുത്ത് കളയുന്ന, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ഞാൻ തന്നെ വർക്ക് ചെയ്തിട്ടാണ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പം കിട്ടുന്നൊരു ആശ്വാസം, എനിക്ക് എന്നോട് തന്നെ തോന്നുന്നൊരു അഭിമാനം, എനിക്ക് എന്നോട് തോന്നുന്നൊരു സ്നേഹം. ഓക്കെ, ഇതൊക്കെ ആ ഒരു ജീവൻ എന്ന് പറയുന്ന ലഹരി ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അതായത് എല്ലാവരിലും ജീവനുണ്ട്, ജീവൻ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് അവയവങ്ങളും നെർവ് സിസ്റ്റവും ഡൈജസ്റ്റീവ് സിസ്റ്റവും ഒരുപാട് സിസ്റ്റം നമ്മളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എല്ലാവരിലും നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ആരും, എത്ര പേര് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്? 24 മണിക്കൂറും ഒരു എക്സ്ക്യൂസും പറയാതെ, ഒരു ലീവും എടുക്കാതെ നിരന്തരമായി പ്രവർത്തിക്കുക. അത് പ്രവർത്തിക്കുന്നതുകൊണ്ടല്ലേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനും അറിയാനും അനുഭവിക്കാനും സാധിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയ്ക്കല്ലാതെ പിന്നെ ഞാൻ എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? അങ്ങനെ അവസ്ഥയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരുടെ ഇടയിലല്ലാതെ ഞാൻ പിന്നെ ആരുടെ ഇടയിലാണ് ജീവിക്കേണ്ടത്? ഇതൊക്കെയാണ് എൻ്റെ ഉള്ളിലുള്ള ചോദ്യങ്ങൾ. കാരണം ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ നിമിഷവും ഞാൻ എന്നെ അറിഞ്ഞുകൊണ്ട്, എന്നെ വളർത്തിക്കൊണ്ട്, ഞാൻ എന്നെ തന്നെ വളർത്തുവാണ്. എന്നിലുണ്ടാവുന്ന മാറ്റങ്ങൾ അറിഞ്ഞുകൊണ്ട്, എനിക്ക് വേണ്ട ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട്, അത് നടപ്പിലാക്കിക്കൊണ്ട് എൻ്റെ ശരീരത്തിന് എത്രത്തോളം നന്നായിട്ട് എനിക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. രോഗങ്ങളൊന്നും ഇല്ലാതെ, അസ്വസ്ഥതകളില്ലാതെ, വിഷമമില്ലാതെ, ദേഷ്യമില്ലാതെ, വാശിയില്ലാതെ, വഴക്കില്ലാതെ എൻ്റെ ജീവൻ എനിക്ക് എത്രത്തോളം നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇത് മാത്രമാണ് എനിക്കുള്ളത്. അതായത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നൊരു കാര്യമാണ്, ഒരുപാട് കാലം മരണമില്ലാതെ ജീവിക്കണം എന്നുള്ളത്. അതായത് ഇതിന് മുന്നേ ഒന്നും ജീവിക്കണം എന്നുള്ളൊരു ഭാഗമൊന്നും എൻ്റെ ഉള്ളിലില്ല. അതായത് ഞാൻ പഠിക്കുന്ന കാലത്തായിക്കോട്ടെ, ജോലി ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ കുറേ ആഗ്രഹങ്ങളുണ്ട്. നല്ലൊരു ജോലി വേണം, ശമ്പളം വേണം,
ഒരുപാട് യാത്രകൾ പോകണം, നല്ല നല്ല ഭക്ഷണം കഴിക്കണം, ഇങ്ങനെയൊക്കെയുള്ളൊരു ആഗ്രഹങ്ങളുണ്ട് എന്നല്ലാതെ എനിക്ക് ജീവിക്കണം, എനിക്ക് രോഗങ്ങളൊന്നും ഇല്ലാതെ, എനിക്ക് മരണമില്ലാതെ ഒരുപാട് കാലം എനിക്ക് ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല ആ ഒരു കാലഘട്ടത്തിൽ. പക്ഷെ ഇപ്പം എനിക്കതുണ്ട്. കാരണം ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ മറ്റൊരാളെ എന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ എൻ്റെ ശരീരത്തിന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇത് നല്ല രീതിയിൽ നിലനിൽക്കണം എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. അതായത് എൻ്റെ ജീവിതം ഞാൻ ആസ്വദിക്കുന്നുണ്ട്, ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയാണ് ഓരോ വ്യക്തിയുടെയും വിജയം. കാരണം അവർക്ക് അവരോട് താല്പര്യമുള്ളത് കൊണ്ടാണല്ലോ അവർക്ക് ജീവിക്കണം എന്ന് ആഗ്രഹം വരുന്നത്. ഇവിടെ ആർക്കും അതില്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം, മറ്റുള്ളവരുടെ മുന്നിൽ ഒന്നാമനാവണം, ആളാവണം, ഉത്തരവാദിത്തങ്ങളൊക്കെ നടപ്പിലാക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ജീവിക്കണം, എനിക്ക് രോഗങ്ങളൊന്നും ഇല്ലാതെ, അസ്വസ്ഥതകളില്ലാതെ, ആശ്വാസത്തിൽ, സന്തോഷത്തിൽ, സമാധാനത്തിൽ എനിക്ക് എന്നെ തിരിച്ചറിഞ്ഞ് ജീവിക്കാം. രോഗങ്ങളില്ലാതെ ഒരുപാട് കാലം എനിക്ക് ജീവിക്കണം. അത് ആർക്കും ആഗ്രഹമൊന്നുമില്ല. കാരണം അവരുടെ ശ്രദ്ധയും കാര്യങ്ങളൊക്കെ വേറെ പല തരത്തിലാണ്, പല ഭാഗത്തുമായി. എല്ലാവരും അവനവനെ ഒരു പലതും നേടിയെടുക്കാനുള്ള ഓട്ടപ്പാച്ചിലിൽ അവനവനെ ശ്രദ്ധിക്കാൻ എല്ലാവരും വിട്ടുപോവാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ വന്ന കാര്യം, ഒരു അച്ഛനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു അമ്മയായിക്കോട്ടെ, അവരൊക്കെ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഈ സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ ജീവിച്ചു കഴിഞ്ഞാൽ, അതായത് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റാതെ അവരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി അവരുടെ സമൂഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെയും ബന്ധം ഉണ്ടാവില്ല. ഒരു മകളെ വളർത്തുന്നതിൽ അല്ലെങ്കിൽ ഒരു മക്കളെ വളർത്തുന്നതിൽ ഒരു ഉത്തരവാദിത്തമല്ല, അത് നമ്മളെപ്പോലെയുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ കൂട്ടത്തിലിരുന്ന് ആ വ്യക്തിയുമായിട്ട് സഹകരിച്ച് കൊണ്ടുപോകുന്നതാണ് ജീവിതം. അതല്ലാതെ ആ വ്യക്തിയുടെ ആഗ്രഹങ്ങളൊക്കെ നടപ്പിലാക്കി അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത്, ഇതൊക്കെ സമൂഹം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഒരു അച്ഛനായിക്കഴിഞ്ഞാൽ ഇന്നതൊക്കെ ചെയ്യണം. അത് ചെയ്തതുകൊണ്ട് ഒരിക്കലും മക്കളുമായിട്ടുള്ള ബന്ധം ഒരിക്കലും പൂർണ്ണമാവില്ല. ഇപ്പം ആ ഒരു ബന്ധത്തിൽ എവിടെയോ പ്രശ്നങ്ങൾ പറ്റിയത് കൊണ്ടാണ് എൻ്റെ അച്ഛൻ എന്നെപ്പറ്റി ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായതും എന്നോട് സംസാരിക്കാൻ കൂട്ടാക്കാത്തത്. എന്നോട് സംസാരിച്ച് കഴിഞ്ഞാലേ തീരാവുന്ന കാര്യമേ ഉള്ളൂ. കാരണം എൻ്റെ അമ്മ എന്നോട് സംസാരിക്കാറുണ്ട്. അമ്മേൻക്കുള്ളിലും ആദ്യം ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ എന്നോട് സംസാരിക്കാൻ റെഡിയാണ്. എന്തറിഞ്ഞു കഴിഞ്ഞാലും, ഞാൻ എവിടെ വന്നു കഴിഞ്ഞാലും അമ്മ ഞാനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്താൻ അമ്മ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മോളാണെന്നുള്ളൊരു ഭാഗത്ത് അമ്മ എന്നെ വിളിച്ച് സംസാരിക്കും, ഞാൻ അമ്മേനെയും വിളിച്ച് സംസാരിക്കും. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നതിൽ നമ്മളുടെ ഇടയിലും സംസാരിക്കാനുള്ളത് ജീവൻ്റെ ഭാഗത്തിനെ പറ്റിയിട്ടാണ്. അങ്ങനെ ഞാൻ ജീവനെപ്പറ്റി സംസാരിക്കുമ്പോഴും അമ്മയെ ശ്രദ്ധിക്കുന്ന ഭാഗത്ത് അമ്മയും കൂടുതൽ വളരുകയാണ്. അമ്മേനെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പം തന്നെ അമ്മക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ എന്തുകൊണ്ട് ഇവിടെ വന്നു, ഞാൻ എങ്ങനെ ജീവിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് കൂടുതൽ ക്ലാരിറ്റി അമ്മക്കും കിട്ടുന്നുണ്ട്. അമ്മക്ക് അതുകൊണ്ട് തന്നെ ആശ്വാസം കിട്ടുന്നുണ്ട്. പക്ഷെ അച്ഛൻ ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ റെഡി ആവാത്തത് കൊണ്ട് തന്നെ അച്ഛനെ സംബന്ധിച്ച് ഞാനിപ്പോഴും ഏതോ തെറ്റ് ചെയ്യുകയാണ്, എന്തോ തെറ്റിൽ പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആരൊക്കെ എന്നെ പെടുത്തിയിരിക്കുകയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ ജീവിക്കുകയാണ് ആ മനുഷ്യൻ. അത് എന്നെ വിളിച്ചൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളൂ. പക്ഷേങ്കിൽ എന്താ പറയുക, ഈ സമൂഹം വളർത്തിയെടുത്ത ആളാണല്ലോ, അപ്പോൾ അതിൻ്റേതായ ഒരു ഭാഗം അവിടെ ഉണ്ടാവും. ഇവിടെ ഞാൻ ആരെയും ഒരിക്കലും അച്ഛനെ കുറ്റപ്പെടുത്തില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ എനിക്ക് കുറ്റപ്പെടുത്തേണ്ടത് ഈ സമൂഹത്തിനെയാണ്. കാരണം ഈ സമൂഹമാണ് അച്ഛനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്. മക്കളിങ്ങനെ ആയിരിക്കണം, മക്കളിങ്ങനെ വളർത്തണം,
അവരിങ്ങനെ നിയന്ത്രിക്കണം, മാതാപിതാക്കളായി കഴിഞ്ഞാൽ മക്കളെ നിയന്ത്രിക്കണം എന്നുള്ളൊരു ഭാഗമൊക്കെ ഈ സമൂഹം പഠിപ്പിച്ചു കൊടുത്താണ്. അത് അച്ഛൻ കൃത്യമായിട്ട് നിർവഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ സമൂഹത്തിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്? കാരണം എല്ലാവരും ഈ അച്ഛൻ, അമ്മ, മക്കൾ, ഭാര്യ, ഭർത്താവ് ഇങ്ങനെയുള്ളൊരു ടൈറ്റിൽ കൊടുക്കാതെ എല്ലാവരും വ്യക്തികളാണ്, എല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ ആ ഒരു പ്രാധാന്യവും ആ ഒരു എന്താ പറയുക സ്വാതന്ത്ര്യവും നമ്മൾ എല്ലാവർക്കും കൊടുക്കണം. എല്ലാവരും അത് അർഹിക്കുന്നുണ്ട്. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്താണോ ആവശ്യപ്പെടുന്നത്, എൻ്റെ ആവശ്യം എന്താണോ അത് തന്നെയാണ് എല്ലാവരുടെയും ആവശ്യം. അതാണ് യാഥാർത്ഥ്യം. അതല്ലാതെ എന്താ ഉള്ളത്? എല്ലാവരുടെ ആവശ്യം ഒന്നാണ്. പക്ഷേ അതാരും മനസ്സിലാക്കുന്നില്ല. എല്ലാവരും പരസ്പരം നിയന്ത്രിക്കുക ചെയ്യുന്നു. അച്ഛനും മാതാപിതാക്കൾ മക്കളെ നിയന്ത്രിക്കുന്നു. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾ മാതാപിതാക്കളെ നിയന്ത്രിക്കുന്നു. ഭാര്യ ഭർത്താവിനെ നിയന്ത്രിക്കുന്നു. തിരിച്ചും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പലരെയും നിയന്ത്രിക്കുകയാണ്. എന്തുകൊണ്ട്? അവർക്ക് അവരവരോട് ഇഷ്ടമില്ല. എനിക്ക് എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ മറ്റുള്ളവരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. എനിക്ക് എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എൻ്റെ ആവശ്യം തന്നെയാണല്ലോ അവർക്കുള്ളത്. പിന്നെ ഞാനെന്തിനാണ് അവരെ നിയന്ത്രിക്കാൻ പോകുന്നത്? ഞാൻ എൻ്റെ ആവശ്യം തിരിച്ചറിയുന്നപ്പോൾ അവരവരുടെ ആവശ്യം തിരിച്ചറിയുന്ന അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അത് മനസ്സിലാക്കിയാൽ പോരെ? അത്ര സിമ്പിളല്ലേ കാര്യങ്ങൾ? നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിൽ ഇടപെടുകയും അവരെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന എന്തിനാണ്? എല്ലാവരും ഒരുമിച്ചിരിക്കുക, സഹകരിക്കുക, കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക. അതല്ലേ ജീവിതം? അങ്ങനെയല്ലേ എല്ലാ മാതാപിതാക്കളും കുട്ടികളുടെ കൂടെ ഇരിക്കുക, അവരായിട്ട് തുറന്ന് സംസാരിക്കുക. അത് എൻ്റെ കുട്ടികളാണ് എന്നുള്ളൊരു ഭാഗമല്ല, എല്ലാം നിങ്ങളുടെ കുട്ടികൾ തന്നെയാണ്. ഈ ഭൂമിയിലുള്ള എല്ലാ കുട്ടികളും നിങ്ങളുടെ കുട്ടികൾ തന്നെയല്ല. ഇത് ഞാൻ പ്രസവിച്ചത് കൊണ്ട് എൻ്റെ കുട്ടിയാണ് എന്നുള്ളൊരു ഭാഗമൊന്നുമില്ല. അപ്പം എല്ലാവരെയും കാണുന്ന പോലെ അവരെയും കാണുക, അവരോട് തുറന്ന് സംസാരിക്കുക. അവർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതൊക്കെ അവർക്ക് മനസ്സിലാക്കും. എനിക്കുള്ള പോലെ തന്നെ, ഒരു പാരൻറ്റിനുള്ള പോലെ തന്നെയുള്ള ആവശ്യങ്ങളും അറിവുകളും അനുഭവങ്ങളും ഒക്കെ ആ കുട്ടിക്കും ഉണ്ട്. അതിനെ നമ്മളൊന്ന് ബഹുമാനിക്കുക, അവരുടെ കൂട്ടത്തിലിരുന്ന് അത് മനസ്സിലാക്കുക, കാര്യങ്ങൾ തുറന്ന് പറയാം. എന്നിട്ട് രണ്ടുപേരും എല്ലാവരും അവിടെ വളരുക, മാതാപിതാക്കളും വളരുക, കുട്ടികളും വളരുക, എല്ലാവരും വളരുക. ഓക്കെ.